പ്രഭാതത്തിലെ അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്കൊരു ദൈവത്തിന്റെ വചനം വായിക്കാം. ये सुबह ही वक्त परमेश्वर की वचन मनन करने के लिए एक बात, एक वचन हम मनन करेंगे. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. निर्गमन की पुस्तक 14 अध्याय 13-14 अध्याय 14-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം 16. और निर्गमन की पुस्तक 14 अध्याय की 16वां पद में हम देखेंगे, यही लिखा कि यहोवा उन लोगों को उस देश में जिसे उसने उन्हें देने की शपथ खाई थी पहुंचा ना सका. इस कारण उसने उन्हें जंगल में खाद कर डाल है. അല്ല, വായിച്ച വാക്യം അതല്ല. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 16-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം അത് തന്നെ വായിച്ച वो ही पढ़ा है. और तू अपनी लाठी उठाकर अपना हाथ समुद्र के ऊपर बढ़ा और वो 2 भाग हो जाएगा. तब इस्राएली समुद्र के बीच होकर स्थल ही स्थल पर चले जाएंगे. അതെ, ദൈവം മോശയോട് പറയുകയാണ്, നീ കരയുന്നതിന്റെ നിന്റെ വടിയെടുത്ത് അതിന്റെ നേരെ നീട്ടുക. वहां पर यही दिया है, तेरी लाठी उन्होंने डर और घबराया साथ जाए तेरी वहां पर वो लाठी लेकर समुद्र की ओर लंबा करे. ഇവിടെ ഈ ദൈവവചനത്തിൽ നമുക്ക് അനേക വിധമായ വിഷയങ്ങൾ കാണുവാൻ കഴിയും. परमेश्वर के वचन में कई प्रकार के बाद शब्द वहां पर हम पाया जाता है. ദൈവത്താൽ വിടുവിക്കപ്പെട്ട ജനം ദൈവം വാഗ്ദത്തം ചെയ്ത ദേശത്തേക്കുള്ള യാത്ര. परमेश्वर की प्रतिज्ञा के आधार पर प्रभु ने चुन लिए हुए लोग प्रभु ने कहा हुआ स्थान की और मुसाफरी में है. ഞാൻ വിശ്വസിക്കുന്നു ഈ ജനം വിശ്വസിച്ചത് യാത്ര വളരെ മനോഹരമായിരിക്കുമെന്ന്. मैं ऐसा योजना करते हैं, विश्वास करते हैं उनका यात्रा इतनी मनोहर रूपी हो जाएगा. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ക്രിസ്തീയ ജീവിതം മനോഹരമല്ല. मैं एक शब्द आपकी ओर कहना चाहता है, मसीह की जिंदगी आनंद की जिंदगी है नहीं है. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. इसी कारण में यीशु मसीह ने ये बात चेतावनी दी, एक व्यक्ति मेरा चेला बन जाना चाहता है तो अपने आप को त्याग करते हुए तेरी क्रूस उठाकर मेरे पीछे हो लिया जाओ. അടുത്തത് കർത്താവ് പറഞ്ഞ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. यीशु मसीह और कहने लगा, दुनिया में तुम्हें कष्ट और शोक है, अपने आप को त्याग करे और मसीह का पीछे हो लिया जाए. ഈ മക്കളെ, ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ലോകത്തെ ജയിച്ച ഒരു ക്രിസ്തുവിനോട് ചേർന്നാണ് നമ്മളെ ക്രിസ്ത്യ ജീവിതം നമ്മൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ये प्यारे मसीह की संतानों, एक बात हम मान ले, संसार को त्याग किए हुए लोग मसीह की विशेष संतान बन जाते हैं. വിളിച്ച ദൈവം വിശ്വസ്തൻ. ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും നമ്മളെ സഹായിപ്പാൻ അവന് വലിയവനാണ്. हमें बुलाया हुआ, बुलाहट मिला हुआ लोगों के लिए मसीह विश्वास योग्य है. हर एक अवसरों में मसीह हमें सहाय कर दिया देगा. ഞാൻ പലപ്പോഴും പറയുന്നതായ ഒരു വാചകം ഇതാണ്, നമ്മുടെ ദൈവം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല, പരാജയപ്പെടുകയുമില്ല. मैं खड़ी खड़ी बात यही देता है, हमारा मसीह, बुलाया हुआ मसीह पराजित नहीं है, इसीलिए हमारा काम ही पराजित नहीं होएगा.
ദൈവം ഈ പ്രഭാതത്തിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവജനത്തെ ഈ പ്രഭാതത്തിൽ ഞാൻ പ്രബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, എവിടെ നീ പരാജയപ്പെട്ടോ അവിടെ നിന്ന് പ്രവർത്തനം തുടങ്ങുന്ന ദൈവമാണ് എന്റെ ദൈവം. ये बात मान लेना, हमारे मसीह में आया है, कहां पर हम पराजित हुई वहां से हमको उठाने के लिए मसीह योग्य है. ഓ ഹല്ലേലൂയ, അവൻ എത്ര വിശ്വസ്തനാണ്. हमारा मसीह इतनी विश्वास योग्य में है. എടാ, മോശയോട് ചേർന്ന് ഏകദേശം 25 ലക്ഷം ജനം വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്ര. मूसा की वाणी शब्द सुनते हुए प्रतिज्ञा की स्थान की और मुसाफिरी यात्रा करने वाले तकरीबन 25 लाख लोग हैं. ആദ്യമായി അവരുടെ ജീവിതത്തിൽ നേരിടാൻ പോകുന്ന വെല്ലുവിളി അതിഭയങ്കരമായ വെല്ലുവിളിയാണ്. ये इतनी आनंद खुशी मनाते हुए यात्रा करने वालों आगे उनमें लिए आते हुए जो बात इतनी कठिन रीति पर आगे होने वाले हैं. ഒരു നിലയിലും മുൻപോട്ടോ പിൻപോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ പോകുവാൻ വഴിയാത്തതായ ഒരവസ്ഥ. कोई भी रीति में आगे या पीछे हटे और कोई स्थान में जाने के लिए उनको हक नहीं, ऐसी बातों में उन्होंने मुसाफिरी कर रखा है. ഈ പ്രഭാതത്തിൽ എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ദൈവജനത്തോട് സംസാരിപ്പാൻ ഉത്തേജനം നൽകുന്നത്, നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ അനേകവിധമായ പ്രശ്നങ്ങളാൽ നിങ്ങൾ വലയപ്പെട്ടിരിക്കുന്നു എങ്കിൽ അതിന്റെ നടുവിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. मैं आज सुबह ही वक्त आपको पहुंचाना चाहता है, जो वाणी यही है. इतने कठिन वेदनाओं में आप यात्रा करते हैं, इसके अंदर बखदायत अनुग्रह आशीषों में चलाने के लिए हमारा मसीह योग्य है. എന്റെ ഹൃദയത്തിൽ അതിഭയങ്കരമായ ഉത്തേജനം നൽകിയാണ് ഈ പ്രഭാതത്തിൽ ഒന്നുകൂടെ നിങ്ങളോട് പറയുവാൻ, നിങ്ങളുടെ വേദനയുടെ നടുവിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഈ പ്രഭാതത്തിൽ മനസ്സിലാക്കുക. ये बात आपको और मैं देना चाहता है. आज सुबह ही वक्त परमेश्वर की दास के हृदय में जो भारी दुख है और मसीह के लोगों को और प्रभु में और हिम्मत पाते हुए जाने के लिए अवसर मिलने के लिए, നിങ്ങളുടെ വേദനയുടെ നടുവിൽ നിങ്ങളോട് കൂടെ നടകൊള്ളുന്ന നല്ല ഇമ്മാനുവേലായ ദൈവം നമ്മോട് കൂടെയുണ്ട്. यही वचन है. आप ऐसा मुसाफिरी करते हैं, वेदना सहते हुए संकट दुख से भरे हुए लोग आपकी यात्राओं में आपकी साथवी साथ यात्रा करने वाले एक मसीह हमारा साथ भी साथ है. ഇവർക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം അവിടെ മുൻപാകെ അവർ ചെങ്കടലിന്റെ കരയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. और ये इस्राएलियों, इसकी अर्थ मूसा के द्वारा मिस्र देश से छुटकारा पाए हुए लोग आगे जाने के लिए इसका आगे सीमा है, रुकावट डाल दिया है. അവർക്ക് ഒരു പദം പോലും ഒരു കാലടി പോലും മുൻപോട്ട് വെക്കുവാൻ കഴിയത്തില്ല. കാരണം മുൻപോട്ട് വെച്ചാൽ അവർ സമുദ്രത്തിലായി തീരും. एक पग आगे रख नहीं सकता, कारण यही है आगे उनका सीमा है, लाल समुद्र वहां पर पड़ा है. രണ്ടാമതായി ഇവിടെ നമ്മൾ കാണുന്നത്, ദൈവത്തിന്റെ മഹത്വം കണ്ടതായ ജനം ദൈവത്തോട് പുറപുറുക്കുന്ന ഒരു ജനത്തെയാണ് കാണുന്നത്. दूसरा ये बात वहां पर देखते हैं, मसीह की महिमा पाए हुए लोग गुड़गुड़ाते हैं, यही देखा है.
മിസ്രൈമിൽ ആയിരുന്നപ്പോൾ 10 ബാധകൾ ആ ഫറോൻ അല്ല മിസ്രൈമിന്റെ നടുവിൽ വന്നപ്പോൾ ഒരു ബാധയും ഏൽക്കാതെ ദൈവം അവരെ പരിപാലിച്ചു. मिस्र देश में था तब 10 प्रकार की पीड़ा बाधा मुनि की ओर आया है. मिस्रियों को दंड दिया है लेकिन इस्राएलियों को कुछ हानि ना पहुंचाया है. ദൈവത്തിന്റെ പരിപാലനവും ദൈവത്തിന്റെ സുരക്ഷിതത്വവും കണ്ട ദൈവത്തിന്റെ ജനം. मसीह ने उनको चलाया, यहोवा ने उनको चलाया. यहोवा की शक्ति सामर्थ्य आंख से देखा हुआ वही लोग. പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തേണ്ട സ്ഥാനത്ത് ദൈവത്തോട് പുറകുറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. मसीह ने यहोवा ने उन्हें चुन लिया है, यहोवा ने उनको चलाने दिया है, लेकिन उन्होंने उसका साथ गुड़गुड़ाने के लिए शुरू किया है. നമ്മുടെ ജീവിതത്തും ഇതേ നിലയിലുള്ള ഘട്ടങ്ങൾ കടന്നു വന്നിട്ടില്ലയോ? प्यारे, मैं आपको यह बात समझाना चाहता हूं, मसीह में आए हुए लोगों हमारे बीच में भी कई प्रकार की वेदना दुर्घटना आता होगा. പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തേണ്ടിവരായ നാം प्रश्नों आगे आते हैं. उसी घड़ी में हमारा मसीह की ओर दृष्टि उठाने का ही हम നമ്മൾ നമ്മുടെ കണ്ണ് പ്രതിസന്ധിയുടെ മേൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. हम भी हमारा आंग हमारा मसीह की चेहरे की शक्ति सामर्थ्य की ओर लगे रहना आवश्यकता है. ഈ പ്രഭാതത്തിൽ നിങ്ങളെ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ മുൻപാകെയുള്ള പ്രതിസന്ധിയല്ല കാണേണ്ടത്, സകല പ്രതിസന്ധിയെയും അതിജീവിച്ച ദൈവത്തിലേക്ക് കണ്ണുകളെ ഉയർത്തുക. हमारे आगे जो रुकावट होते हैं, प्रश्न होता है, और हमारे वो उसको देखना नहीं, बुलाया हुआ बुलाहट मिला हुआ लोग और मसीह की चेहरे की ओर देखते हुए आगे बढ़ना हमारा फर्ज है. മിസ്രൈമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ നശിപ്പിക്കാനായി ഇവിടെ കൊണ്ടുവന്നത്? इस्राएलियों ने गुड़गुड़ाने के लिए शुरू की और मिस्र देश में दबाने के लिए वहां पर घटा है नहीं, क्यों हमें यहाँ पर तक लाया है. കഴിഞ്ഞ നാളുകളിൽ മിസ്രൈമിൽ അത്ഭുതം ചെയ്ത ദൈവം ഈ പ്രതികൂലത്തിന്റെ നടുവിലും അത്ഭുതം ചെയ്യുവാൻ വിശ്വസ്തൻ എന്ന് ഇവർക്ക് വിശ്വസിപ്പാൻ കഴിവില്ലാതെ പോയി. और यहाँ पर मिस्र देश में था, आश्चर्य काम यहोवा ने किया, देखा है, उनको छुटकारा दिया है, लेकिन ये काम पर भी हमारा मसीह की यहोवा की कार्य हो जाएगा, ये बात उन्होंने वो अज्ञानित में रह गई है. നമ്മുടെ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ, വിശ്വസ്തൻ, അവൻ ഒരു നാളും പരാജയപ്പെടത്തില്ല. हमारा बुलाहट दिया हुआ बुलाया वाले विश्वास योग्य है, कल और आज और कल युगान तक हमारे लिए एक सा है. നമ്മുടെ യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കൈ ഒരിക്കലും താഴപ്പെടത്തില്ല. യഹോവയുടെ വലങ്കൈ അത്ഭുതം ചെയ്യും, അത്ഭുതം ചെയ്യും, അത്ഭുതം ചെയ്യും. यहोवा की दाहिने हाथ हमारे लिए ऊंचाई है, हमारे लिए यहोवा ने आश्चर्य अद्भुत काम किया करेगा और करते ही रहेगा. चमत्कार काम वो ही करेंगे. എന്റെ ഹൃദയം ജ്വലിക്കപ്പെടുകയാണ്. നീ ഏത് വിഷയത്തിന്റെ മുൻപാകെ ഭാരപ്പെടുന്നുവോ ആ വിഷയത്തിന്മേൽ ജയം തരുവാനായി പ്രവർത്തിക്കുവാനായി എന്റെ ദൈവത്തിന്റെ കയറും ഉയർന്നിരിക്കുകയാണ്. അത് അത്ഭുതം ചെയ്യും. प्यारे में ये बात आपकी ओर चेतावनी देना चाहता है. आज तक संभाला हुआ वो ही मसीह आगे भी बढ़ने के लिए मेरे लिए अवसर दिया देता है.
നിന്റെ അടുത്ത നിമിഷം എങ്ങനെയാണെന്ന് നീര ഭാരപ്പെടുന്നത് എന്തിന്? അത് ഭാരപ്പെടുന്ന വിഷയത്തിന് മുൻപാകെ വഴി തുറന്നു നിന്നെ നടത്തുവാൻ എന്റെ ദൈവം ശക്തനാണ്. आगे खंड में हमारे लिए क्या हो रहा है, क्या संभव है, सोच विचार कर कर उदासी होने का जरूरत नहीं। कारण बुलाया वाला बुलाहट मिला हमको, मसीह की हाथ हमारे लिए प्रबल है। കഴിഞ്ഞതായ 2 ദിവസമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ശക്തമായി ഇടപെട്ടു. ഈ ദൈവഭാഗത്തു നിന്ന് ദൈവജനത്തോട് സംസാരിപ്പാനായി. बीते 2 दिन में हमारे मसीह के साथ बैठकर प्रार्थना लगे रहा, तब मसीह ने हमें यही वचन दिया। ये वचन में से आपकी ओर ये वचन पहुंचाने के लिए कहा है। ഇന്നത്തെ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കപ്പെടുന്ന ദൈവദാസന്മാരോടും എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ശുശ്രൂഷയുടെ മുൻപാകെ ഉണ്ടാകുന്ന വെല്ലുവിളിയുടെ നടുവിൽ നിങ്ങൾ പരാജയപ്പെടത്തില്ല. അതിന് നിങ്ങൾക്ക് വിജയം തരുവാൻ അത്ഭുതം ചെയ്യുന്ന ദൈവത്തിന്റെ കരം നിങ്ങളോട് കൂടെയുണ്ട്. सुबह ही वक्त परमेश्वर की वचन के चारों निर्वाये हुए परमेश्वर की दासों, धर्म जा हमारा मसीह की प्रबंध बुलंद बल की हाथ हमारा साथ भी साथ है। മോശയാൽ വിടുവിക്കപ്പെട്ട ജനം ഇതാ ജനം ദൈവത്തിനും മോശക്കും വിരോധമായി കടന്നു വന്നിട്ട് മോശയോട് പുറപ്പെടുക്കുന്ന ഒരു ജനത്തെയാണ് നമ്മൾ കാണുവാൻ കഴിയുന്നത്. यहोवा परमेश्वर की गवाह होकर मानव जातियों को छुटकारा देने के लिए आए हुए मूसा और यहोवा के विरोध में इस्राएलियों ने गुड़गुड़ाने के लिए शुरू किया। നിന്റെ ശുശ്രൂഷയുടെ നടുവിൽ, നമ്മുടെ ശുശ്രൂഷയുടെ നടുവിൽ പ്രതികൂലങ്ങൾക്കോ പ്രതിബന്ധങ്ങൾക്കോ ലോകജനത്തിന്റെ നടുവിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ശുശ്രൂഷിക്കുന്ന മണ്ഡലത്തിൽ തന്നെ നമുക്കെതിരായി തിരുവാൻ ജനങ്ങളുണ്ട്, വിശ്വാസികളുണ്ട്, നമ്മൾ പോറ്റിയവരുണ്ട്. യെസ്, हम ये बात जान ले, हम जिन स्थान में हैं, सेवकाई करते हैं, हमारा सेवकाई के विरोध में लड़ने वाले शायद विश्वासी हो, शायद सेवक हो, शायद दूसरे आदमी हो, लड़ने के लिए आए, उसका बीच में हिम्मत पाकर ढांढस बांध कर आगे बढ़े। ഒരു പ്രകാരം കൂടെ പറയട്ടെ, നീ മുഖാന്തരം അനുഗ്രഹം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് ദൈവവാർത്തക്ക് വന്നവർ നിനക്കെതിരായി ശുശ്രൂഷക്കെതിരായി വരുമ്പോൾ നീ ഭാരപ്പെടരുത്. ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുക. നിന്നെ ഒരു പടി കൂടെ ഉയർത്തുവാൻ ദൈവം ശക്തനാണ്. जितनों को आनंद मनाने के लिए और यीशु में लाए हैं और सेवकाई किया है, वो लोग हमारा विरोध में लड़ेगा तो फिक्र मत कर, आगे बढ़े। सहाय के लिए हमारा यीशु मसीह हमारा साथ भी साथ है। അതുകൊണ്ടാണ് മൂടി പറഞ്ഞത്, ദൈവദാസന്മാര് ദൈവഭവനത്തിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വേരൂന്നിയിട്ടുള്ള ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ദൈവസഭയുടെ ഏറ്റവും വലിയ ശത്രുവായിരിക്കുന്നത്. और इसलिए ये वचन दिया देता है, मसीह को अपनाया, ग्रहण किया, मसीह में की भंडार में, मसीह की आराधनालयों में मसीह की सेवकाई करने वालों हमारा वैरी शत्रु बन जाते हैं। എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർ ക്രിസ്തുവിൽ നല്ലവണ്ണം വേരൂന്നിയിട്ടില്ല, ഉറച്ചിട്ടില്ല. कारण यही है, हमारा यीशु मसीह में उनको जड़ पकड़ा नहीं है और उसका दिल, अपना हृदय उन्हीं के लिए बसा नहीं है। എന്നാൽ ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട, ദൈവത്താൽ നയിക്കപ്പെട്ടതായ മോശക്ക് ദൈവത്തിലേക്ക് ദൈവസന്നിധാനത്തിൽ മോശ കരയുവാൻ തുടങ്ങി. मूसा को यहोवा के परमेश्वर की वाणी मिला, चेतावनी मिला और बुलाहट है।
और मूसा के विरोध में अपने लोग गुड़ाने के लिए शुरू किया। मूसा यहोवा की ओर दृष्टि लगाया। നിന്റെ പ്രതിസന്ധിയുടെ മുൻപാകെ ദൈവസന്നിധാനത്തിലേക്ക് കണ്ണുനീർ വീഴ്ത്തുമ്പോൾ നിന്റെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീർ കണ്ട് ദൈവം പ്രവർത്തിക്കും. प्रश्नों में फंसे हैं, गिरे हैं, प्रश्नों के अंदर है। उसी समय आंसू बहा कर प्रार्थना करते हैं, तेरी आंसू देखने के लिए और भर देने के लिए विश्वास योगी होकर हमारा मसीह हमारा साथ भी साथ है। ഈ മോശയുടെ കണ്ണുനീർ കണ്ടിട്ട് ദൈവം മോശയോട് ഇടപെടുകയാണ്. നീ കരയുന്നതെന്ത്? ഇത് കരയുവാനുള്ളതായ സമയമല്ല, ഇത് പ്രവർത്തിപ്പാനുള്ളതായ സമയമാണ്. मूसा ने आंसू बगाकर चिल्लाया। चिल्लाने के समय यहोवा ने कहा, तू चिल्लाकर रहने का समय नहीं है, लाठी ले आगे बढ़े, तेरी सामने अद्भुत काम हो जाएगा। ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ പറയട്ടെ, ഞാനും നീയും പിന്തിരിഞ്ഞു നിൽപ്പാനുള്ള സമയമല്ല. പ്രതിസന്ധിയെ കണ്ട് അതിന്റെ മുൻപാകെ ചഞ്ചലപ്പെട്ട് നിൽപ്പാനുള്ള സമയമല്ല. മുൻപോട്ട് യാത്ര ചെയ്യേണ്ട ഒരു സമയമാണ്. प्रश्नों को देखते हुए पीछे हटने वाले नहीं, रुकने वाले नहीं। जो मसीह की वाणी सुनते हुए आगे बढ़े, प्रभु हाथ में लेकर इस्तेमाल करेंगे। ഓ ദൈവദാസന്മാരെ, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മുൻപോട്ട് പോകുക. വിളിച്ച ദൈവം നമ്മോട് കൂടെയുണ്ട്. परमेश्वर के दास ओम, आप रुक ना हो, आगे बढ़े। मसीह की वाणी हमारा साथ भी साथ है। ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിൽ ക്രിസ്ത്യജനത്തിനെതിരായി പ്രതികൂലങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ പ്രതികൂലത്തെ നോക്കാതെ മുൻപോട്ട് ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്തുക. പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ സഭ വളർത്തപ്പെടുവാൻ പോകുകയാണ്. इंडिया की विविध क्षेत्रों में मसीह की सेवकाई करने वाले मसीह की सेवकों, आप ये दुर्घटना में हाथ बढ़ाकर आगे बढ़े। मसीह तुम्हारा आगे चल रहा है। കാരണം കർത്താവ് നിന്നെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടുകൂടെ ചെയ്യുക. പ്രതികൂലത്തിന്റെ നടുവിൽ വഴിയൊരുക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ये बात सुबह ही वक्त वाणी के साथ आपको देना चाहता है। हमारा हर प्रकार की क्लेश, शोक, कष्ट के समय हमारा मसीह हमारा साथ भी साथ है। विश्वास के साथ आगे बढ़े। ദൈവദാസന്മാരെ, ഞാനും നീയും ആയിരിക്കുന്നത് പരാജയപ്പെടുന്ന ഒരു യുദ്ധത്തിലല്ല, വിജയിക്കുന്ന ഒരു യുദ്ധത്തിലാണ്. കാരണം യുദ്ധത്തിന്റെ നായകൻ നമ്മോട് കൂടെയുണ്ട്. വീരനാം ദൈവം നമ്മുടെ നായകൻ, വീരനായ ദൈവം നമ്മുടെ നായകൻ, വീരനായ ദൈവം നമ്മുടെ നായകൻ. हमारे प्यारो मसीह की बंधो, हमारे लिए युद्ध करने वाले शूरवीर हमारा मसीह आगे है। हराने के लिए नहीं, जीतने के लिए आगे बढ़ो, आगे कदम रखो। വഴിയില്ലാത്ത ഇടത്ത് വഴിയൊരുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. जो रास्ता नहीं है, जिन स्थान में रास्ता बनाने वाले हैं हमारा मसीह। പ്രതികൂലത്തിന്റെ നടുവിൽ അനുകൂലമായി ദൈവം നമ്മോട് കൂടെയുണ്ട്. हमारा परिस्थिति प्रतिकूल है, अनुकूल नहीं है, वही स्थान में भी मसीह हमारा परिस्थिति अनुकूल कर दिया देंगे। നമ്മുടെ ദൈവം നമ്മുടെ പ്രതികൂലത്തെ അനുകൂലമാക്കി തന്ന് വഴിയൊരുക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. हमारा दुर्घटना में, क्लेश, शोक में हमारा मसीह रास्ता खोलने के लिए हमारा साथ भी साथ है। इसी कार्य में विश्वास के साथ आगे बढ़ रहा। മോശയുടെ കണ്ണുനീര് കണ്ടിട്ട് മോശയോട് ദൈവം ഇടപെട്ടുമ്പോൾ മോശ ജനത്തോട് പറയുകയാണ് ചില വാചകങ്ങൾ. ये दुर्घटना के समय
मूसा ने यहोवा की ओर कहने लगा, तब यहोवा मूसा को कहा, आगे बढ़. ആദ്യമായി അവൻ ഒന്നാമത് പറയുന്നത്, നിങ്ങൾ ഭയപ്പെടരുത്, ഉറച്ചു നിൽക്കുക. നിങ്ങൾ ഭയപ്പെടരുത്, ഉറച്ചു നിൽക്കുക. प्रथम शब्द यही है, हिम्मत पाओ, धांस बांधो, आगे बढ़ो, तुम्हारा साथ मैं ही हूं. ഭയപ്പെടരുത്, ഉറച്ചു നിൽക്കുക, ഉറച്ചു നിൽക്കുക, ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി വരുമ്പോൾ എന്റെയും നിന്റെയും ഹൃദയത്തിൽ വിശ്വാസത്തിന് കോട്ടം തട്ടരുത്. വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കണം. डर मत, विश्वास योग्य रह, स्थिर रह और आगे बढ़. मसीह की ओर देख, मसीह ने तुम्हारे लिए काम किया करेगा. അങ്ങനെ ഉറച്ചു നിന്നാൽ ദൈവം നമുക്ക് ചെയ്യുവാനുള്ള രക്ഷ നമ്മുടെ കണ്ണുകൾ തന്നെ കാണും. जो हिम्मत पाकर खड़ा होवे तो यहोवा परमेश्वर ने हमारा बीच में किया करता है. जो कार्य हमारा आंख में देखने के लिए अवसर दिया देगा. ദൈവജനമേ, ഈ പ്രഭാതത്തിൽ നിങ്ങൾ ആയിരിക്കുന്ന മണ്ഡലത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നതായ രക്ഷ നിങ്ങളുടെ കണ്ണുകൾ തന്നെ കാണുക ചെയ്യും. यारो यही बात है परमेश्वर की दासी दासों, विश्वास में सिर रखकर विश्वास पकड़ कर रहो. हमारा मसीह हमारा सामने किया करने का कार्य हमारा आंख से देखने के लिए प्रभु हमारे लिए अनुमति दिया देगा. വിശ്വാസത്തിൽ കോട്ടം തട്ടാതെ വിശ്വാസത്തിന് നായകനും പൂർത്തിവർത്തനുമായ യേശുങ്കൽ മാത്രം നിങ്ങളുടെ കണ്ണുകൾ പതിഞ്ഞിരിക്കട്ടെ. विश्वास में ठेड़ा नहीं हो, विश्वास में स्थिर रहो. हमारा यहोवा परमेश्वर मसीह ने हमारे लिए किया करता है जो कार्य हमारे आंख से देखने के लिए प्रभु अवसर देता है. ഞാൻ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ധൈര്യപൂർവ്വം പറയട്ടെ, ക്രിസ്തുവിൽ മാത്രം നിന്റെ കൺകൾ പതിഞ്ഞിരുന്നാൽ ദൈവത്തിന്റെ മഹാത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്തില്ലാത്തതിനേക്കാൾ അപ്പുറമായി 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 വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ദിനങ്ങൾ മുൻപിലുണ്ട്, മുൻപിലുണ്ട്, മുൻപിലുണ്ട്. हमारा दृष्टि हमारा परमेश्वर के ऊपर होवे तो कष्ट और शोक विनाश समय में हमारा मसीह की सामर्थ्य हमारा आंख में देखने के लिए हमारा आंख दृष्टि और प्रकाशित करते हुए उनका सामर्थ्य को देखने दिएगा. കാരണം അവൻ പരാജയപ്പെട്ടവനല്ല, അവൻ പരാജയപ്പെട്ടവനല്ല, അവൻ പിതാവിന്റെ വലത്തുഭാഗത്ത് ജയശാലിയായി, പിതാവിന്റെ വലത്തുഭാഗത്ത് ജയശാലിയായി സകല അധികാരം പ്രാപിച്ച തേജസ്കരിക്കപ്പെട്ട മഹാപുരോഹിതനായി ജയാടിയായി പിതാവിന്റെ സന്നിധാനത്തിൽ ഉള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. हमारा मसीह पराजित नहीं है, विजय पाए वाले हैं और हमारे लिए महायाजक होकर मध्यस्थ करते हैं. जो विजय पाए हुए मसीह की ओर हम देखे, मसीह हमको हाथ मिलाकर विजय कर दिया देगा. നിന്റെ പ്രശ്നത്തിന്മേലും അന്ധകാരത്തിന്റെ ശക്തിയുടെ മേലും സാത്താന്യ കോട്ടകളുടെ മേലും അവന്റെ മരണത്താൽ, അവൻ മരണം കൊണ്ട് പിശാചിനെ കാൽവരിയിൽ പരസ്യഘോരമാക്കി സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം പ്രാപിച്ച് പിതാവായ ദൈവം പുത്രനായ ദൈവത്തിന് സകല അധികാരവുമായി എല്ലാ നാമത്തിനും മേലായ നാമമായ യേശുവെന്ന നാമം നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ധൈര്യപ്പെടാം. അവൻ നമ്മോട് കൂടെയുണ്ട്. हिम्मत पाओ, विजय पाया हुआ मसीह की शक्ति सामर्थ्य, उनकी अनुग्रह हमारा साथ भी साथ है. करने के लिए नहीं, जीने के लिए
बलवान होकर आगे जाने के लिए प्रभु की बुलाहट आज सुबह ही वक्त आपको मैं देता हूं. അടുത്തതായി എനിക്ക് ദൈവജനത്തോട് പറയുവാനുള്ളത്, മോശ തന്റെ ജനമായ ഇസ്രായേലിനോട് പറയുന്നത്, നമ്മളെ വീണ്ടും അടിമത്തത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോകാൻ വരുന്നതായ ഇസ്രായേലിനെ നിങ്ങൾ ഇനിയും ഒരിക്കലും കാണത്തില്ല, ഒരിക്കലും കാണത്തില്ല, ഒരിക്കലും കാണത്തില്ല. बात यही है, पीछे की ओर मिस्रियों ने आते हैं, गुलाम होकर पकड़ कर ले जाने के लिए वो आते हैं. आज दृष्टि लगाए, आज तक देखा हुआ शत्रुओं, दुष्टों, वो सेनाओं को कभी भी तेरी आंख नहीं देखेंगे. आगे बढ़ो विश्वास योग्य के साथ भी साथ. ഈ പ്രഭാതത്തിൽ ഞാൻ വളരെ ധൈര്യത്തോടും ശക്തിയോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പറയട്ടെ, നീ ക്രിസ്തുവിൽ നിന്റെ കണ്ണുകൾ പതിച്ചിരുന്നാൽ നിന്നെ പിന്തുടരുന്നതായ ഏത് ശക്തി നിന്നെ പിന്തുടരുന്നോ അവന്റെ ആ ശക്തിയുടെ മേൽ നീ അധികാരം പ്രാപിച്ച് ആ ശക്തി നിന്റെ കാൽ കീഴെയാക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിലുണ്ട്. परमेश्वर की वचन चेतावनी हमें देता है, तुम्हें पीछे हटाने के लिए, हराने के लिए जो सामर्थ्य तुम्हारे आगे आगे है, उसको हराने के लिए तुम्हारा पग के नीचे और उनको कुचलाने के लिए शक्ति सामर्थ्य देने वाला सामर्थ्यवान हमारा साथ भी साथ है. ദൈവത്തിന്റെ വചനത്തിൽ കർത്താവ് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുമെന്ന്. हमारा मसीह की वचन चेतावनी है, तेरी वैरियों को तेरी पग की तले, पग के नीचे वो रखने के लिए तुमको प्रभु ने अनुमति दिया देगा. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കോളം, നിന്റെ परमेश्वर की वचन यही दिया है, तेरी शत्रुओं वैरियों को तेरी पग के नीचे दिया देंगे. നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുക. ദൈവജനമേ, ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുക. ദൈവദാസന്മാരെ, ശുശ്രൂഷയിലാർക്കുന്ന ദൈവദാസന്മാരെ, നിങ്ങളുടെ നമ്മുടെ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുക. നിന്റെ വഴികളെ നിന്റെ പാദപീഠം ആക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും. परमेश्वर के प्यारो, यहोवा परमेश्वर ने पुत्र मसीह की ओर कहने लगा, तेरे वैरियों को, शत्रुओं को तेरी पग के तले जब तक आए तब तक तेरी दाहिने बाजू में बैठ. इसी नाई यीशु मसीह में विश्वास करने वाले आपकी वैरियों को, शत्रुओं को तेरी पग के तले देने के लिए प्रार्थना के साथ भी साथ मसीह की ओर बैठ जाए. അടുത്തതായി പിന്നെയും മോശ പറയുന്നത്, ദൈവം നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. कहता है लोगों को, तुम फिक्र मत करो, यहोवा परमेश्वर हमारे लिए लड़ेंगे. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. यहोवा परमेश्वर ने हमारे लिए युद्ध करेंगे, लड़ेंगे. ഈ പ്രഭാതത്തിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്, ഞാൻ യുദ്ധം ചെയ്യേണ്ട ഒരാവശ്യവുമില്ല, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, യുദ്ധം എന്റേതല്ല, യുദ്ധം ദൈവത്തിന്റെയാണ്, യുദ്ധം എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും, എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. सुबह ही वक्त जितने लोग विश्वास करते हैं, युद्ध लड़ाई हमारा नहीं, हमारा यहोवा परमेश्वर ने हमारे लिए युद्ध करेंगे, वैरियों की वश में से हमको उद्धार देंगे. അതിനുശേഷം ദൈവം മോശയോട് പറയാ, നിന്റെ വടിയെ എടുക്കുക. उसके पश्चात यहोवा ने मूसा की ओर कहने लगा, तेरी हाथ में एक लाठी छड़ी है, वो हाथ में उठा ले. എന്ന് പറഞ്ഞാൽ ദൈവം സംസാരിക്കുന്ന സമയത്ത്
ദൈവം മോശെ ഏൽപ്പിച്ചതായ വടി ഇവന്റെ കയ്യിലില്ല. ये कहने के अर्थ यह है मूसा और यहोवा के साथ बातचीत करने का ये समय है। मूसा के हाथ में यहोवा ने समर्पण किया हुआ लाठी, वो छड़ी उनके हाथ में है नहीं। ഞാനൊന്നുകൂടെ പറയട്ടെ, ഞാൻ വിശ്വസിക്കുന്നത് ഈ ജനമെല്ലാം മോശക്കെതിരായും ദൈവത്തിനെതിരായും വന്നപ്പോൾ മോശ വിചാരിച്ചു, ഇനി എനിക്ക് ജനത്തെ വണ്ടി ഈ വടി ഇത് വേണ്ടെന്ന് പറഞ്ഞ് അവൻ എറിഞ്ഞ് ദൂരെ കളഞ്ഞു കാണും. परमेश्वर के दास ने ऐसे सोच विचार किया। मिस्र देश से उन्होंने लाल समुद्र पार करने के लिए लाया, ये लोग अपना विरोध में कुड़कुड़ाने के लिए शुरू की, लेकिन ये लड़ने के समय मूसा ने यही बात मन में सोच विचार किया होगा, ये छड़ी से लाठी से कुछ उपयोग नहीं। मूसा ने लाठी नीचे डाल दिया। അതുകൊണ്ട് ദൈവം പറഞ്ഞത് വടിയെ നീ എടുക്കുക. इसी कारण में यहोवा ने मूसा को कहने लगा, तेरी छड़ी लाठी हाथ में उठा ले। ഞാൻ ഈ പ്രഭാതത്തിൽ ദൈവദാസന്മാരെ ഓർപ്പിക്കാൻ ദൈവം എനിക്ക് നൽകുന്ന പ്രകാശം ഇതാണ്. ദൈവം നിന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചു വേർതിരിച്ചു എങ്കിൽ ഏത് സാഹചര്യം നിനക്ക് പ്രതികൂലമായി വന്നാലും നിന്റെ ശുശ്രൂഷ വേണ്ട എന്ന് പറഞ്ഞ് അതിനെ അതിനെ താഴെ വെക്കുന്ന, അതിനെ വേണ്ട എന്ന് വെക്കുന്ന ഒരവസ്ഥ ഒരിക്കലും 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 ജീവിതത്തിൽ വരാൻ പാടില്ല. मैं सुबह ही वक्त परमेश्वर के लोगों को चेतावनी देना चाहता यही बात है। हमारा विरोध में लड़ने वाले और प्रश्नों में गिरा है, कभी भी ये सोच मैं ये वचन नीचे नहीं रखूं, आगे बढ़ू, मसीह के लिए हिम्मत पाकर आगे बढ़ेंगे। ഏത് പ്രതിസന്ധി വന്നാലും, കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാലും, കർത്താവിന് വേണ്ടി ഞാൻ രക്തസാക്ഷിയായി തീർന്നാലും എന്റെ ജീവൻ കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ്. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ് എനിക്ക് ഏറ്റവും വലുത്. ഞാൻ ഒരു കാര്യം കൂടെ പ്രഭാതത്തിൽ പറയുന്നത്, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ് എനിക്ക് ഏറ്റവും വലുത്. ये बात अपने मन में हिम्मत से कहे। मसीह ने हमारे और एक सेवकाई दी, प्रश्नों को देखते हुए हमारा सेवकाई निजे रखने के लिए नहीं, प्रश्नों के साथ वचन लेकर आगे बढ़े। हमारा मसीह की विजय हमारा साथ भी साथ है। ഒരു കാര്യം പറയട്ടെ, വിജയം എന്റെയാണ്, വിജയം നമ്മുടെയാണ്. ദൈവസഭ പരാജയപ്പെടത്തില്ല, ദൈവസഭ പരാജയപ്പെടത്തില്ല, ഞാനും നീയും പരാജയപ്പെടത്തില്ല. പരാജയപ്പെടാൻ വേണ്ടിയല്ല ദൈവം നമ്മെ വിളിച്ചത്, ജയിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. ജയിക്കാൻ വേണ്ടിയാണ് ദൈവം നിന്നെ വിളിച്ചത്. ജയം നിന്റെ പക്ഷത്താണ്. ये बात आपको स्पष्ट बताता हूं, हारने के लिए प्रभु ने हमें बुलाया नहीं, पीछे हटने के लिए बुलाया नहीं। हमारा बुलाहट महत्वपूर्ण है। इसी कारण में मसीह की वाणी सुनते हुए आगे बढ़े। विजय की हाथ प्रभु हमारे लिए दिया है, वो हाथ मिला देंगे, विजय के लिए हमको लाएंगे। നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും അങ്ങനെയുള്ളതായ ഒരു ചെറിയ അവിശ്വാസം പോലും വന്നിട്ടുണ്ടെങ്കിൽ, കർത്താവേ ഞാൻ അതിനെ തിരിച്ചെടുക്കുന്നു, ഞാൻ ഒന്നുകൂടെ സമർപ്പിക്കുന്നു. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നിറപടിയായി ചെയ്യുവാനുള്ള കൃപ എനിക്ക് തരണമേ. നല്ലവനും വിശ്വസ്തനുമായ എന്നുള്ള ദാസനെ എന്നുള്ള നല്ല വിളിക്ക് യോഗ്യനാക്കി എന്നെ തീർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നിറപടിയായി ചെയ്ത് മുന്നേറുക, ശുശ്രൂഷയിൽ മുന്നേറുക. ഫലം നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണുവാൻ കഴിയും. सेवकाई के लिए बुलाहट मिला हुआ पवित्र लोगों, प्रश्नों को देखते हुए पीछे हटने के लिए नहीं,
धक्के मारते हुए लोगों के बीच में हमारा मसीह ने हमारे हाथ में दिया वो छड़ी, जो वचन हाथ में हिम्मत हिव्या उससे पकड़कर आगे बढ़ो, मसीह हमें हाथ में लेकर इस्तेमाल करेगा। ഇവിടെ ദൈവം മോശയോട് പറഞ്ഞത്, നിന്റെ വടിയെ എടുത്ത് ചെങ്കടലിന് നേരെ നീട്ടുക. यहोवा मूसा की और यही कहने लगा, तेरी हाथ में लो छड़ी लाठी है, समुद्र की लाल समुद्र की ओर लंबा करे। ദൈവം പറഞ്ഞത്, നീ വടിയെ ചെങ്കടൽ നേരെ നീട്ടി അതിനെ വിഭജിക്കുക. यहोवा ने मूसा को यह वचन कहा, तेरी लाठी वो छड़ी समुद्र की ओर लंबा करे, उनको दो भाग करे। എന്ന് പറഞ്ഞാൽ നിന്റെ മുൻപാകെയുള്ള ചെങ്കടലിനെ വിഭജിക്കേണ്ടത് ഞാനല്ല, നീ തന്നെയാണ്. കാരണം നിന്നെ ഏൽപ്പിച്ചതായ എന്റെ വടി നിന്റെ കയ്യിലുണ്ട്. और लाल समुद्र को पार करने का कर्तव्य मेरा नहीं, तेरी हाथ में है। ये लोग देखने के लिए जो छड़ी आगे लंबाई कर तेरी हाथ में वो शब्द समर्पण कर देता है, तेरी ओर से समुद्र दो भाग बन जाएगा। നിന്റെ മുൻപാകെയുള്ള വെല്ലുവിളികളെ ഡിവൈഡ് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഉള്ള അധികാരം ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. प्रश्न में हमारा दुर्घटना में मसीह हमारा हाथ में दिया हुआ वो छड़ी हाथ में लेकर आगे बढ़े, यहोवा परमेश्वर तेरी हाथ बलबंद कर दिया करेगा। നീ ചെയ്യേണ്ട കാര്യം ചെയ്യുമ്പോൾ നിനക്ക് വേണ്ടി വഴികൾ ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. तू जिन बात करने के लिए कर्तव्य के साथ है, तुम्हारे लिए काम किया करने के लिए मेरा काम तेरी हाथ के साथ है। ഏത് സാഹചര്യത്തിലും വഴിയൊരുക്കുന്ന ദൈവം ജീവിച്ചിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. कोई भी संभव में हमारे लिए काम किया करने वाला हमारा मसीह हमारा साथ में साथ है। അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ പറയുന്നത്, നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ, നമ്മുടെ വഴികളിൽ ദൈവത്തിന്റെ വഴികളുണ്ട്. इसी कारण में बाइबल यही चेतावनी देता है, हमारा रास्ता परमेश्वर का नहीं, परमेश्वर की रास्ता हम पर होवे तो तुम्हारे लिए रास्ता खोल कर आगे बढ़ाने के लिए प्रभु हमारा साथ भी साथ है। ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. मैं मेरा शब्द समाप्त करना चाहता हूं। ദൈവത്തിന്റെ വഴികൾ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും ഉണ്ടെന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ആധാരത്തിൽ ദൈവജനത്തെ ഓർപ്പിക്കുകയാണ്. हमारे लिए रास्ता खोलकर हमारे लिए अच्छा शुभ संदेश के साथ आगे बढ़ने के लिए प्रभु के साथ हक है, हमारे लिए किया करेगा। മരുഭൂമിയിൽ ദൈവത്തിന്റെ വഴിയുണ്ട്, मरुस्थल में मसीह के लिए रास्ता है, പെരുവെള്ളത്തിൽ ദൈവത്തിന്റെ വഴിയുണ്ട്, वो हमारा हर हाल में मसीह की रास्ता है। സിംഹക്കുഴിയിൽ ദൈവത്തിന്റെ വഴിയുണ്ട്, सारे कोई प्रश्नों में मसीह को रास्ता है हमारे लिए खोल कर देने का। ഇവിടെ നടുവിൽ ദൈവത്തിന്റെ വഴിയുണ്ട്, भट्टी में मसीह को रास्ता है, കാരാഗ്രഹത്തിൽ ദൈവത്തിന്റെ വഴിയുണ്ട്, और आकाश में मसीह को रास्ता है। ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ദൈവത്തിന്റെ വഴികളുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ വഴികളിലൂടെ ദൈവമേ എന്നെ വഴി നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവ യുവജനങ്ങളാ, ദൈവം നമ്മളെ സഹായിക്കട്ടെ. हमारा जिंदगी की हर दुर्घटना, हर प्रश्न, हर गलतियों में हमारा मसीह की रास्ता हमारा साथ भी साथ है। इसी कारण में मसीह की हाथ मिलाए आगे बढ़े, मसीह हमारे लिए रास्ता खोल कर देगा। ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. मैं परमेश्वर की दास हमारे लिए प्रार्थना करने की तैयारी है। കണ്ണുകളെ അടയ്ക്കാം. आंख बंद करे। സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടുകൂടെ സ്തോത്രം.
हे स्वर्गीय परमपिता, ये सुबह की अच्छे अवसर के लिए धन्यवाद। നിന്റെ ജനത്തിനായി നിന്നെ സ്തുതിക്കുകയാണ്. हमारा मसीह हम धन्यवाद के साथ बलि चढ़ा रहा है। നിന്റെ ജനത്തുമേൽ വിടുതലിന്റെ ശക്തി വ്യാപരിക്കുമാറാകണമേ. तेरी सामर्थ्य शक्ति हमारे साथ व्यवहार करे। നിന്റെ ജനത്തിന് വിവരമായി വ്യാപരിക്കുന്ന അന്ധകാര ശക്തിയുടെ മേൽ യേശുവിൻ നാമത്തിൽ ജയമെടുക്കുകയാണ്. हमारा लोगों के विरोध में लड़ते हैं अंधकार की घोर अंधकार की शक्ति सामर्थ्यों में तेरी लोग विजय पाने देते हैं। രോഗത്തിന്റെ കെട്ടുകൾ യേശുവിൻ നാമത്തിൽ പൊട്ടുമാറാകട്ടെ. രോഗത്തിന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. कई प्रकार की बीमारी की हाल और तेरी प्रजाओं में से ये बंधन खोल जाए। ദൈവമേ, നിന്റെ ജനത്തിന്റെ നടുവിൽ മഹാത്ഭുതം ചെയ്യണേ. यहोवा परमेश्वर अपना लोगों के बीच में अद्भुत आश्चर्य काम किया करे। മുന്നോട്ട് പോവാനുള്ള ശക്തിയെ പകർന്നു കൊടുക്കണമേ. आगे बढ़ने के लिए सामर्थ्य शक्ति दिया दे। എല്ലാ സാഹചര്യത്തിലും തുറക്കപ്പെടുന്ന വഴികൾ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ നിന്റെ ജനത്തിന് തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. मेरा प्यारे मसीह, अपने लोगों के बीच में अनुग्रह पाने के विरोध में लड़ते हैं सारे अंधकार की शक्ति सामर्थ्य को जो खोलकर उसको हटाते हुए तेरी लोगों को अनुग्रह पाने के लिए रास्ता खोलते हैं। യേശുവിൻ നാമത്തിൽ വെല്ലുവിളികളുടെ മേൽ ജയമെടുക്കുകയാണ്. मसीह तेरी नाम की महिमा के लिए तेरी नाम है हर प्रकार की दोष दुष्ट कामों में से अपने लोगों को बचा लेते हैं। നിന്റെ വിശുദ്ധ നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. तेरे पवित्र नाम में तेरी लोगों को अनुग्रह दिया देता है। അവർ ചെല്ലേണ്ട ഇടത്തേക്ക് നിവരെ എത്തിക്കുമാറാകണമേ. जो निर्धारित स्थान पर पहुंचने तक हमारा मसीह तूने उनको संभालते ही रहे। എല്ലാവിധമായ അനുഗ്രഹങ്ങൾ നൽകണം യേശുവിൻ നാമത്തിൽ. मसीह की ओर से अनुग्रह प्राप्त दे और यीशु मसीह के नाम में आमीन। എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. परमेश्वर के दास के लिए जरूर प्रार्थना करे, परमेश्वर को अनुग्रह दिया दे।